ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് മാംഗോ ജ്യൂസ് വെച്ചിട്ട് ഒരു ബണ്ണാണ് ചെയ്യുന്നത്. മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റിയുമാണിത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് മാറ്റി വെക്കണം. ഇതൊന്ന് ആക്ടിവേറ്റ് ആയി കിട്ടാനായിട്ട്. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. 1 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ മാർഗറിൻ എടുത്താലും മതി. അതും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം. ഇനി എടുക്കുന്നത് ജ്യൂസാണ്. ഞാൻ മാംഗോയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജ്യൂസ് വേണേലും ഉപയോഗിക്കാം. അത് ഞാൻ ഇപ്പം ഒരു കപ്പ് അളവിൽ എടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ച് നോക്കാം. ഇതാദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈസ്റ്റും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നോക്കണം. കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ മിക്സാക്കി എടുക്കണം. ഞാനൊരു 1/4 കപ്പോളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വരും ഒഴിച്ചിട്ടുണ്ട്. ഇത് പാത്രത്തിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആകാതിരിക്കാൻ നല്ലതുപോലെ ഓയിലോ ബട്ടറോ തേച്ച് വെക്കണം. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് ഇത് കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് അടച്ചിട്ട് നല്ലതായിട്ട് വെച്ചാലും മതി. എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചാലും മതി. ഇനി ഇതൊരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് പൊന്തി വരാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് 4 സൈഡിൽ നിന്ന് ഇതുപോലെയൊന്നും മടക്കിയെടുക്കണം. ഇനി അധികം ഈ മാവിട്ടങ്ങ് കുഴച്ചെടുക്കരുത്. ഇനി ഇത് ഈക്വലായിട്ട് ഉള്ള ബോളാക്കി മാറ്റാം. ഞാനിത് 8 ബോളാക്കിയാണ് എടുത്തേക്കുന്നത്. ഇനി ഓരോ ബോളും ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ വലിപ്പം മതി. ഈ വലിപ്പത്തിൽ ഇങ്ങനെ പരത്തി വെക്കണം. എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ വെക്കേണ്ടവർക്ക് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് വെക്കാം. അങ്ങനെ എല്ലാം അതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഓയിൽ ഗ്രീസ് ചെയ്ത്. ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാ ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് കമഴ്ത്തി വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഓരോ റോളും എടുത്തിട്ട് അതിൻ്റെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ തന്നെ മടക്കി വേണം ഒരേന്നും നല്ല അടുപ്പിച്ചടുപ്പിച്ച് വേണം വെക്കാനായിട്ട്. ഞാനിത് 8 എണ്ണമാണ് വെച്ചേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ എയർടൈറ്റായിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു തുണിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇത് ഇനി ഒരു അരമണിക്കൂർ വെച്ചപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർ ഒന്ന് നല്ലതായിട്ട് തേച്ച് കൊടുക്കാം. ബട്ടറോ മാർഗറിനോ യൂസ് ചെയ്താലും മതി. നല്ല പോലെ എല്ലാ ഭാഗത്തും ആകണം ബട്ടർ. ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180-ൽ ഒരു 30 മിനിറ്റ് എടുക്കും ഇത് ബേക്ക് ചെയ്ത
വരാനായിട്ട്. അത് ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇത് ഫുള്ളായിട്ട് എല്ലാ സൈഡിലും നല്ലതായിട്ട് ഓയിൽ ഇതിനകത്ത് ഗ്രീസ് ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് വെളുത്ത എള്ളാണ്, സെസ്മി സീഡ്. അത് നല്ലതായിട്ട് വിതറാം. അത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്താലും മതി. ഉള്ളി ചോക്ലേറ്റ് വെച്ച് ഫോൾഡ് ചെയ്യുന്നവർക്ക് ചോക്ലേറ്റ് ചിപ്സ് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താണ്. ഇനി ഇതിന് മുകളിൽ ചൂടോടെ തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം, മുകൾ വശം ഡ്രൈ ആകാതിരിക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. ഇനി കത്തിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ വിടുവിച്ചെടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. ജ്യൂസിൻ്റെ ഒരു ഫ്ലേവറും മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.